തീർച്ചയായിട്ടും വലിയ ആവേശത്തിലാണ് മൂന്ന് മുന്നണികളും. ഈ ഒരു 45 ദിവസം നീണ്ട പ്രചരണ പരിപാടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ജോയ്സ് ജോർജും ടി കുര്യാക്കോസും. ജോയ്സ് ജോർജിന്റെ കൊട്ടിക്കലാശം അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്നത് കട്ടപ്പനയിലാണ്. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ടി കുര്യാക്കോസും അതോടൊപ്പം തന്നെ സംഗീത വിശ്വനാഥും തൊടുപുഴ ഗാന്ധി സ്ക്വയറിലുള്ള ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെയായിരിക്കും അവരുടെ കൊട്ടിക്കലാശം. നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ആ രാഷ്ട്രീയ വിഷയങ്ങളെയെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തീർച്ചയായിട്ടും ജനവിധി എന്താണെന്ന് തീർച്ചയായിട്ടും അറിയാൻ കേരളം കാത്തിരിക്കുന്നു. ഇടുക്കിയുടെ വിധി 2 ദിവസത്തിനകം തന്നെ നമുക്ക് രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവേശം നമുക്കിതാ ഈ ആംബിയൻസിൽ നിന്ന് തന്നെ കാണാം. ആവേശം കൊട്ടിക്കയറുകയാണ്. ബാൻഡ് വാദനങ്ങൾ, വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി വർണ്ണവിസ്മയങ്ങളുടെ ആ അകമ്പടിയോടുകൂടി തന്നെ റോഡ് ഷോ, അങ്ങനെ ആരവങ്ങൾ പല രീതിയിലാണ്, പല കുറിയാണ് ഓരോ മണ്ഡലങ്ങളും ഇങ്ങനെ വർണ്ണാഫമായിക്കൊണ്ടിരിക്കുന്നത്. 20 മണ്ഡലങ്ങളിലൊക്കെ കാസർഗോഡ് മുതലൊക്കെ പാറശാല വരെ ആ ഒരു കടലിരമ്പം നമുക്കിങ്ങനെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നു. അഭിലാഷ്, തീർച്ചയായും ആ ഇരമ്പമാണ്. ഇനിയുള്ള 2 മണിക്കൂർ കേരളത്തിന്റെ കാതുകളിൽ ഈ ആവേശത്തിന്റെ സ്വരമാണ്. 40 ദിവസം കേരളത്തെ ഉഴുതുമറിച്ച മുന്നണികൾ ഇതാ പ്രചാരണം അതിന്റെ അവസാനത്തെ ഘട്ടത്തിൽ ഒട്ടിക്കയറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കേരളത്തിലെ വോട്ടുകളെല്ലാം പെട്ടിയിലാക്കിയിട്ട് ഇനി ഇതിന്റെ ഫലം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വലിയ കാത്തിരിക്കുവാണ്. 1 മാസം 8 ദിവസം അല്ലേ, നീണ്ട കാത്തിരിപ്പ്. ജൂൺ 4-ാം തീയതി മാത്രമേ ഇതിന്റെ ഫലം അറിയൂ എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ അല്പം വിശ്രമിക്കാനുള്ള ഒരു സമയമുണ്ട്.